ഇപ്പൊ കാസർഗോഡും വയനാടും കണ്ണൂരും മലപ്പുറവും കണ്ടു കഴിഞ്ഞു, കോഴിക്കോടും ഷഫീഖ് നസറുള്ള നമ്മളോട് തത്സമയം ചേരുന്നു. ഷഫീഖ്, ഈ കാസർകോട്ടെ കഥ പറയുമ്പോൾ ഈ UDF വലിയ മുൻതൂക്കം പ്രവചിക്കപ്പെടുന്നു അവിടെ എന്ന് വെച്ചാൽ ഈ അതിലേതൊക്കെയായിരിക്കും UDF ഒരു പക്ഷേ ഞെട്ടിച്ചേക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പറയാമോ? കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് ഒഴികെ 4 മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം ആണ്. കാഞ്ഞങ്ങാടിൽ മാത്രമാണ് LDF നേരത്തെ വിജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നത്. മഞ്ചേശ്വരവും കാസർഗോഡും UDF ശക്തമായ മത്സരമാണെങ്കിൽ പോലും UDF തന്നെ വിജയിക്കും എന്ന നിരീക്ഷണത്തിലാണ് എത്തിയിരുന്നത്. പിന്നീട് ഉദുമയും തൃക്കരിപ്പൂറുമാണ്. ഉദുമയിൽ നേരിയ ഒരു ഭൂരിപക്ഷം തൂക്കം UDFനുണ്ട്. UDFന് അനുകൂലമായൊരു സാഹചര്യം ഉദുമയിലുണ്ട്. തൃക്കരിപ്പൂരിൽ UDF ഇത്തവണ സന്ധ്യയ്ക്ക് രംഗത്തിറക്കിയതോടുകൂടി വലിയ ഓളം തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരുന്നു. തൃക്കരിപ്പൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത രൂപത്തിൽ UDFനകത്ത് വലിയ ആവേശം കണ്ടിരുന്നു. UDFനകത്ത് വലിയ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം കണ്ടിരുന്നു. വലിയ ആവേശം അവിടെ വിജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ സന്ദീപ് വാര്യർ വിജയിക്കരുത് എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ അജണ്ടയാണ്. സന്ദീപ് വാര്യർ ജയിച്ചു വരുന്ന ഒരു സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മത്സരിക്കുന്നു. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പരാജയപ്പെടുകയും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിക്കുകയും ചെയ്യുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ തോൽപ്പിക്കുക എന്നത് BJP ഒരു അജണ്ടയായി സ്വീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ BJPയുടെ വോട്ട് LDFിലേക്ക് പോയാൽ മാത്രമേ LDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവൂ എന്നൊരു നിരീക്ഷണത്തിലെത്തുന്നു. നേരെ BJPയുടെ വോട്ട് തൃക്കരിപ്പൂരിൽ പിടിക്കുകയാണെങ്കിൽ അവിടെ സന്ദീപ് വാര്യർ വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് 4 സീറ്റ് വരെ UDFന് കാസർഗോഡ് ജില്ലയിൽ നേടാനാവും എന്നൊരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നത്. ഒരൊറ്റ കാര്യം നോക്കൂ, ഇതുവരെ സി വോട്ടർ പുറത്തുവിട്ട മണ്ഡലങ്ങളുടെ എണ്ണം 47 അതായത് മലപ്പുറം വരെയുള്ള ജില്ലകളുടെ ആകെ. അതിൽ 37 സീറ്റിലും UDFന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ പിന്നെ എന്താണ് കേരളത്തിൽ വരാൻ പോകുന്നത്? 47 ഓൾറെഡി വലിയ സ്വീപ്പ് നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ ഇത് വരുന്നതിന് മുമ്പേ. ഞാൻ പറഞ്ഞ ഇനിയിപ്പോ നമ്മൾ മധ്യകേരളത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. മധ്യകേരളത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഇതാണ് ട്രെൻഡെങ്കിൽ ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുക. സീറ്റുകൾ കുറവാണെന്നൊരു ഒരു കുഴപ്പമുണ്ട്. വടക്കൻ കേരളത്തിന്റെ തെക്കൻ കേരളത്തിന്റെ അത്രയും വടക്കൻ കേരളത്തിന്റെ അത്രയും ഇല്ല മധ്യകേരളം. പക്ഷെ മധ്യകേരളത്തിൽ നമ്മൾ സ്വീപ്പാണ്. ഇനി LDFന്റെ പ്രതീക്ഷ ഞാൻ വിചാരിക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ്. ആ രണ്ടിടത്തും വെച്ച് 60-ന് മുകളിലേക്ക് 65-ന് മുകളിലേക്ക് വരണം. എന്നാലേ 70 UDFന് തന്നെ ആയിരിക്കണം. കാരണം ഇടുക്കി എറണാകുളം അവിടെ കിടക്കല്ലേ. അത് മധ്യകേരളത്തിൽ ഞാൻ പറഞ്ഞ പക്ഷേ സീറ്റുകളിലും നമ്മൾ ഈ പറയുന്നില്ല കുറവാണ് എന്നത് മാത്രമല്ല. പക്ഷേ വടക്കൻ കേരളത്തിന്റെ കാര്യത്തിൽ അതായത് തീരുമാനമായി. ഇനി വരാൻ പോകുന്നതിനകത്ത് പിന്നെ ജിമ്മി പാലക്കാട് 12 സീറ്റുണ്ട്, തൃശ്ശൂർ 13 സീറ്റുണ്ട്, എറണാകുളം 14 സീറ്റുണ്ട്. അപ്പോ 27-ഉം 29-ഉം മൊത്തം വടക്കൻ കേരളം എടുത്തുകൊണ്ടുമ്പോൾ UDFന് മുൻതൂക്കം തന്നെയാണെന്ന് പറയാം. എത്ര മുൻതൂക്കം? ചെറിയ മുൻതൂക്കമല്ല, വലിയ മുൻതൂക്കം. പാലക്കാട് വടക്കൻ കേരളത്തിൽ വരുന്നുണ്ടോ? ഇല്ല, പാലക്കാട് സി വോട്ടറിന്റെ ഒരു കണക്ക് പ്രകാരം അത് വടക്കിന്റെ ഭാഗമായിട്ടാണ് കൂട്ടുക. അല്ല, കൂട്ടിയില്ല. നമ്മളൊരു കണക്ക് ഫോളോ ചെയ്യുന്നതിന്റെ നോക്കുകയാണെങ്കിൽ അത് അതിനകത്ത് കൂട്ടിയിട്ടില്ല. 47 സീറ്റിൽ 37 സീറ്റ് വരെ UDF നേടാം എന്നുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. 10 സീറ്റിൽ മാത്രമാണ് ഈ 47 സീറ്റിൽ പിന്നെ ഒരുപക്ഷെ LDFന്റെ വിജയസാധ്യത എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു പിന്നെ കണക്ക് കൂട്ടിയതിലും കൂടുതൽ നമ്മൾ പല ഏജൻസികളും പ്രവചിച്ചതിലും കൂടുതലാണ്. ഇപ്പോൾ സി വോട്ടറിൻ്റെത് വരാൻ സാധ്യത ഇപ്പം തന്നെ മാറിക്കഴിഞ്ഞു. ഇതുവരെ മറ്റുള്ളവർ പ്രവചിച്ചതിന്റെ